പൊതുജനങ്ങൾക്ക് പരാതികൾ ഇനി മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാം. CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പ്രവർത്തനം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹലോ ഹലോ സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് വേറെ ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോഴാണ് പച്ചത്തിന്റെ ഞാൻ പൈസ കിട്ടും പറഞ്ഞത്. അപ്പൊ അതിന് എഴുതി കൊടുത്തപ്പോ അതിൻ്റെ അകത്തുനിന്ന് 3 ലക്ഷം പാസ്സായപ്പോഴാണ് ഈ ഓപ്പറേഷൻ ചെയ്യാൻ മുന്നോട്ട് വന്നത്. അങ്ങനെ ജസ്ബലിലാണ് കിട്ടി തന്നത്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പോണത് ആ ദിവസം അതിൻ്റെ അടുത്ത ദിവസമാണ് ഇങ്ങനെ ഗുരുവായൂരിൽ സാറിൻ്റെ അപേക്ഷിച്ചത്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ അവസാനത്തിന് വേഗം തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് അതിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ തുക കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനാണ് CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്ററിന്റെ നടത്തിപ്പ് ചുമതല. CM വിത്ത് മീയിലേക്ക് പരാതി അറിയിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാം, പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാം, പരിഹാരം കാണാവുന്നതിനൊക്കെ പരിഹാരം കാണുകയും ചെയ്യും. സദാ ഉണർന്നിരിക്കുന്ന ഒരു ടീമിനെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥലത്തിൽ പരിഹരിക്കാനുള്ളവ അങ്ങനെയും മന്ത്രിമാർ ഉൾപ്പെട്ട് പരിഹരിക്കാനുള്ളവ ആ വിധത്തിലും കൈകാര്യം ചെയ്യും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തമാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട്, പരാതികൾ കേൾക്കുക, അതിന് പരിഹാരമുണ്ടാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടൊക്കെയുള്ള പുതിയ സംവിധാനമാണ്. ഒരു പരാതി അറിയിച്ചാൽ മറുപടി കോൾ 48 മണിക്കൂറിനകം ആ പരാതിക്കാരന് കിട്ടും എന്നതൊക്കെ പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകതകളായി മാറുന്നു. എങ്ങനെയായിരിക്കും ഇത് പ്രവർത്തിക്കുക? പൊതുജനങ്ങൾ ഏത് തരത്തിലാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടത്? മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടന വേദിയിൽ സംസാരിച്ചത് എന്താണ്? വിശദമായ വിവരങ്ങൾ എങ്ങനെ? അലക്സ് റാം മുഹമ്മദ്. റജിത്ത്, പ്രധാനപ്പെട്ട 3 മോട്ടീവ്, അതായത് സർക്കാരും പൊതുജനങ്ങളുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുക, മറ്റൊന്ന് ജനങ്ങളുടെ പരാതികൾ സർക്കാരിനെ അറിയിക്കുക, സമയബന്ധിതമായ ആ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുക, മറ്റൊന്ന് സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത് 3മാണ് സർക്കാർ ഈ പരിപാടി CM വിത്ത് മീ എന്ന് പറയുന്ന ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വെള്ളയമ്പലത്താണ് ഇതിൻ്റെ സിറ്റിസൺ കണക്ട് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഈ സിറ്റിസൺ കണക്ട് സെൻറ്ററിൽ നിരവധിയായ ജീവനക്കാർ, അത് നൈറ്റ് ഷിഫ്റ്റ്, അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഈ സിറ്റിസൺ കണക്ട് സെൻറ്റർ. അതിൽ 2 ഷിഫ്റ്റുകൾ ഉണ്ടാകും. അതിൽ 50-ലധികം ജീവനക്കാർ അവിടെയുണ്ട്. 50-ലധികം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, അതായത് നോഡൽ ഓഫീസർമാരായി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഒരു പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വിളിച്ചാൽ ഇവിടെ ഈ കോൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്യും. അത് ഏത് വകുപ്പിലാണോ ആ വകുപ്പിലേക്ക് ആ കോൾ തുടർന്ന് ഫോർവേഡ് ചെയ്യും. ആ പരാതി അവിടെ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയും ആ വകുപ്പിലേക്ക് പരാതി ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിനെന്താണ്, ആ പരാതി പരിഹരിക്കാനാകുമോ, അതല്ല എങ്കിൽ സർക്കാരിന് അതിൽ സ്വീകരിക്കാവുന്ന നടപടി എന്താണ്, ഇനി പരിഹരിക്കാനാകാത്ത വിഷയമാണെങ്കിൽ അതും വ്യക്തമാക്കി അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും പൊതുജനങ്ങളെ അറിയിക്കണം. അതായത് വിളിക്കുന്ന വ്യക്തിയെ അറിയിക്കണം. അത് അറിയിക്കണമെന്ന് പറഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വൈകൽ വരുത്താൻ പാടില്ല. ഒരു അക്നോളജ്മെന്റ് മാത്രമല്ല, അതായത് നിങ്ങളുടെ പരാതി ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് സാധാരണഗതിയിൽ സർക്കാർ നൽകുന്ന ഒരു അക്നോളജ്മെന്റ് മാത്രമല്ല, ഈ 48 മണിക്കൂർ കൊണ്ട് ആ കോളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ച് അതിലെന്ത് തുടർ നടപടി സ്വീകരിക്കാനാകും എന്ന് പൊതുജനത്തെ അറിയിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർശനമായി ജാഗരൂകരായി ഇവർ പ്രവർത്തിക്കും. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിരവധിയായ ജീവനക്കാർ 2 ഷിഫ്റ്റുകളായി പ്രവർത്തിക്കും. ഈ കോൾ സെൻറ്ററിൻ്റെ, ഈ കണക്ഷൻ സെൻറ്ററിൻ്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് അവരോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. അതായത് ഈ കോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അവർക്ക് മറുപടി നൽകണം എന്നുള്ളത്. അത് പ്രശ്ന പരിഹാരമാണോ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കൊരു പ്രശ്നം സാധാരണ ഒരു ജനം അവിടെ അറിയിക്കുകയാണെങ്കിൽ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളാവാം. 48 മണിക്കൂറിനുള്ളിൽ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് എങ്കിൽ അത് തീർച്ചയായും നമ്മൾ കോൾ എക്സിക്യൂട്ടീവിൽ നിന്നും കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുണ്ട്, സെൻട്രൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അവരത് വിശകലനം ചെയ്യുകയും കൺസേൺഡ് ലൈൻ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചതിന് ശേഷം എന്താണ് പ്രസന്റ് സ്റ്റാറ്റസ്, എങ്ങനെയാണ് അത് പരിഹരിക്കാൻ കഴിയുന്നതെന്ന് റിയൽ ടൈമായിട്ട് മനസ്സിലാക്കുകയും അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്ന ആ നിർദ്ദേശം ഉടൻ തന്നെ 48 മണിക്കൂറിനുള്ളിൽ തന്നെ പൊതുജനത്തിനോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എത്ര ഫേസിലാണ് ഈ പ്രവർത്തനം?
ഇതിപ്പോൾ ഷിഫ്റ്റ് ബേസിലാണ് 24/7 ഈ കോൾ സെൻറ്റർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഷിഫ്റ്റ് ബേസിലാണ് എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ പ്രവർത്തിക്കുന്നത്. ആദ്യഘട്ടം, അതായത് കോൾ വരുന്ന ആദ്യഘട്ടം, അത് കഴിഞ്ഞ് ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഓരോ പ്രശ്നത്തിലും എടുത്ത നടപടി സമയബന്ധിതമായി പരാതിക്കാരനെ അറിയിക്കും എന്നതുകൂടി ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ടെത്തുന്നത് എന്നതും ശ്രദ്ധേയമാകുന്നു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.